കൊല്ലം അഞ്ചലിലാണ് മൊബൈൽ ഫോൺ വിൽപ്പന കേന്ദ്രത്തിൽ വലിയ മോഷണം നടന്നു എന്നുള്ള വിവരം ഈ നിമിഷം പുറത്തു വരുന്നത്. അഞ്ചൽ മുക്കടയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ മാൾ എന്ന സ്ഥാപനത്തിലാണ് കവർച്ച നടന്നിരിക്കുന്നത്. രാവിലെ കട തുറക്കാനെത്തിയ ജീവനക്കാരാണ് കടയുടെ ഫ്രണ്ട് ഗ്ലാസിൻ്റെയും ഒപ്പം തന്നെ ഷട്ടറിൻ്റെ 2 പൂട്ടുകളും തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് കടയുടെ മേശയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന കടയ്ക്കകത്തുണ്ടായിരുന്ന 2.5 ലക്ഷത്തോളം രൂപയും വിലപിടിപ്പുള്ള നിരവധി ഫോണുകളും നഷ്ടമായിട്ടുണ്ട്. പ്രാഥമികമായ കണക്കുകൾ, നഷ്ടത്തിൻ്റെ കണക്കുകൾ തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. എന്തായാലും അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കടയിലെ CCTV ക്യാമറകൾ പ്രവർത്തന യോഗ്യമല്ല എന്നുള്ള വിവരമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമീപത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. പോലീസിന് ഇക്കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്, ചിലരെ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടയിലെ ജീവനക്കാരെ ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അഞ്ചൽ SIയുടെ നേതൃത്വത്തിൽ, മോനീഷിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണ്. കുറച്ചു സമയത്തിന് ശേഷം മാത്രമേ യഥാർത്ഥ നഷ്ടത്തിൻ്റെ കണക്കുകൾ വ്യക്തമാകൂ. എന്തായാലും ഇപ്പോൾ പോലീസ് ചില സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ നിരവധി പേരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ജീവനക്കാരുടെ അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തി വരികയാണ്. പ്രാഥമികമായി 2.5 ലക്ഷത്തോളം രൂപയും വിലപിടിപ്പുള്ള നിരവധി ഫോണുകൾ നഷ്ടമായി എന്നുള്ള വിവരമാണ് പോലീസ് പറയുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അഞ്ചൽ മുക്കടയിലെ ജനസാന്ദ്രതയേറിയ മുക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ മാർട്ട് എന്ന മൊബൈൽ ഷോപ്പിലാണ് ഇന്നലെ രാത്രിയോടെ വൻ കവർച്ച നടന്നിരിക്കുന്നത്.